പി ശശിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ പി ശശി നേരിട്ട് നിയന്ത്രിക്കുന്നത് സുജിത് ദാസിനെയല്ല. പി ശശിയുടെ കയ്യിലെ ടൂളാണ് ADGP എം ആർ അജിത് കുമാർ. ADGP എം ആർ അജിത് കുമാർ എന്നല്ല, ക്രമസമാധാന പാലന ചുമതലയിൽ ഏത് ADGP വന്നാലും അത് പി ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അണ്ടർ കൺട്രോളിലാണ്. അയാളാണ് ആഭ്യന്തര വകുപ്പ്. അങ്ങനെയല്ലല്ലോ സംവിധാനം വേണ്ടത്. അങ്ങനെയല്ലല്ലോ സംവിധാനം വേണ്ടത്. ഭരണത്തിന് സഹായിക്കണം, ഭരിക്കരുത്. അജിത് കുമാറിനെതിരെ നേരത്തെ പരാതിയില്ല എന്നാണ് പറയുന്നത്. അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഇല്ലല്ലോ സോളാർ വിഷയത്തിൽ എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് ഇതിനകം കോടതിയിലടക്കം പോയി പറഞ്ഞ കാര്യമാണല്ലോ. സോളാർ വിഷയത്തിൽ ആരോപണ വിധേയനാണല്ലോ. സോളാർ വിഷയത്തിൽ ആരോപണ വിധേയനാണല്ലോ. ഇത് അറിയാമല്ലോ. അല്ലല്ല, സോളാർ വിഷയത്തിൽ ആരോപണ വിധേയനായത് ആ പരാതി പോവുകയൊക്കെ ചെയ്ത് അതിന്മേൽ ആ വിവരം അറിഞ്ഞ ശേഷമാണല്ലോ അദ്ദേഹം ADGP ചർച്ചയിൽ പറഞ്ഞിരുന്നത്. സോളാർ പരാതിക്കാരി പ്രതിപക്ഷത്തെ കാര്യം നോക്കൂ, സോളാർ പരാതിക്കാരി പി ശശിക്കെതിരെ ഉന്നയിച്ച ആരോപണം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതല്ലേ? ആ ആരോപണം ശരിയാണോ? എന്താ സോളാർ പരാതിക്കാരി പറഞ്ഞത്? തന്റെ അമ്മയും മകനെയും മുഖ്യമന്ത്രിയെ കാണാൻ കയറ്റിവിട്ടില്ല പി ശശി. കയറ്റിവിടാതിരുന്നത് ശരിയാണെന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ADGP അജിത് കുമാറിനെതിരെ പരാതി വന്നു. ഷാജ് കിരണിനെ 42 തവണ വാട്സപ്പിൽ 19 തവണ അല്ലാതെ ഫോൺ വിളിച്ചു. ആ പരാതി എപ്പോഴാണ്? ഇദ്ദേഹം വിജിലൻസിന്റെ തലപ്പത്തിരിക്കുമ്പോൾ ഇദ്ദേഹം ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാത്ത സാഹചര്യത്തിൽ പോയി PS സരിത്തിനെ പിടിച്ചകത്തിട്ടു. പരാതി വന്നു. എന്താ നടപടി ഉണ്ടായത്? നടപടി ഉണ്ടായി. നടപടിയാണ് വിജിലൻസിൽ നിന്ന് മാറ്റുക മാത്രമല്ല അപ്രധാനമായ സിവിൽ റൈറ്റ്സ് ശേഷം അദ്ദേഹത്തെ കേൾക്കൂ, ലോ ആൻഡ് ഓർഡർ കൊണ്ടുവന്നു. ലോ ആൻഡ് ഓർഡർ കൊണ്ടുവന്നതിന് ശേഷം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടോ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടോ ഒരു പരാതി എനിക്കൊന്നും മനസ്സിലാക്കലില്ല. നോക്കൂ, പാർട്ടിയുടെ സംവിധാനത്തെ നമുക്ക് ഏതൊരു സാഹചര്യം കിട്ടിയാലും ഈ പാർട്ടിക്ക് PV അൻവർ ഉണ്ടെങ്കിലേ നിലനിൽക്കാൻ പറ്റൂ എന്നൊരു പ്രതീതി ജനിപ്പിക്കുന്ന ടൂളായി ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് വീണ്ടും ഞാൻ പറയേണ്ടി വരുന്നത്. ഇതൊക്കെ ഒരു ഗൂഢാലോചന സിദ്ധാന്തത്തിനും അപ്പുറം ഒരു തെളിവുമില്ലാത്ത ആരോപണങ്ങളല്ലേ? ഇത് അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞില്ലേ? P ജയരാജൻ വിളിച്ചിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയതും P ജയരാജൻ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടില്ല. ഇവിടെ മാധ്യമങ്ങൾ പറയുന്ന കഥ എന്താ? P ജയരാജൻ, തോമസ് ഐസക്, ഈ പറയുന്ന MA ബേബി, MV ജയരാജന്റെ മൗനാനുവാദം, ഓരോ നേതാക്കളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. പിന്നീട് ആരാണെന്ന് പറയൂ. ഞാൻ പറയുന്നത് പാർട്ടിക്ക് അടിത്തട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഭരണവുമായി ബന്ധപ്പെട്ട് എന്താണ് ജനങ്ങളുടെ വികാരം, എവിടെയൊക്കെയാണ് വീഴ്ച പറ്റുന്നത് എന്നുള്ളത് കൃത്യമായ അറിവ് കിട്ടിയിട്ടുണ്ടല്ലോ. അതിന്റെ തുടർച്ചയായിട്ട് കണ്ടാൽ മതി. അവിടെയാണ് പോലീസ് സംവിധാനമാണ് ഏറ്റവും മോശമായി പ്രവർത്തിക്കുന്നത്, ആഭ്യന്തര വകുപ്പാണ് ഏറ്റവും മോശമായി പ്രവർത്തിക്കുന്നത്. പാർട്ടിക്കുണ്ട്. ആഭ്യന്തര വകുപ്പ് മോശമായി പ്രവർത്തിക്കുന്നുവെന്ന് പാർട്ടിക്ക് ഒരു വിവരം കിട്ടിയാൽ പാർട്ടി അതെങ്ങനെ കൈകാര്യം ചെയ്യുക? തൊട്ടടുത്ത സമ്മേളനത്തിൽ അത് ചർച്ച ചെയ്യല്ലേ ചെയ്യുക? താഴെ ബ്രാഞ്ച് മുതൽ ആർക്കാണോ ദുരനുഭവം നേരിട്ട്, നമ്മളൊരു LC സെക്രട്ടറിയുടെ കാര്യം കെട്ടിജലിൽ പറയുന്നുണ്ട്. LC സെക്രട്ടറിക്ക് ദുരനുഭവം ഉണ്ടായാൽ LC സെക്രട്ടറി ഈ വിഷയം എവിടെ ചർച്ച ചെയ്യുക? ലോക്കൽ കമ്മിറ്റി ചർച്ച ചെയ്യും. ഈ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് ഭൂരിപക്ഷം ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു ലോക്കൽ കമ്മിറ്റി എന്ന് പറയുന്നത് എന്താ? ഈ ബ്രാഞ്ച് കമ്മിറ്റികൾ കൂടി ആ ബ്രാഞ്ച് സെക്രട്ടറിമാർ കൂടി അടങ്ങുന്ന ലോക്കൽ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അത് ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്ത് ജില്ലാ കമ്മിറ്റിയിലെത്തി സംസ്ഥാന സമിതിയിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യും. അതിനുശേഷം അവിടെ നിന്ന് തീരുമാനമുണ്ടായി താഴെ റിപ്പോർട്ട് ചെയ്യും. ഇങ്ങനൊരു സംഘടനാ സംവിധാനം ആ പാർട്ടി. ഈ സ്വതന്ത്ര MLA-മാരുടെ മാത്രം പരാതിയാണ് പോലീസിലെ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നത് ഈ സ്വതന്ത്ര MLA-മാരുടെ മാത്രം പരാതിയാണ് എന്ന് നിഷ്കളങ്കമായി താങ്കൾ വിശ്വസിക്കുന്നു? സ്വതന്ത്ര MLA-മാരല്ലാതെ മറ്റൊരു ഇടതുപക്ഷത്തു നിന്നുള്ള CPM-ൽ നിന്നുള്ള ഒരു MLA-യും CPM-ൽ നിന്നുള്ള ഒരു നേതാവും ADGP-ക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല. ഈ നിമിഷം വരെയും കൊടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ്? അത് ADGP-യെ ഭയന്നിട്ടല്ല. അതാണ് നിശബ്ദരാക്കുന്ന അണികളെ, സ്വന്തം പാർട്ടിയിലെ MLA-മാരെ നിശബ്ദമാക്കുന്ന ഒരു സംവിധാനം CPM-നുണ്ട്. പേടിയാണ്. അൻവറിന് പേടിയില്ല. അത്രയല്ല, ഓഡിയോ ഫോൺ കോളുകളൊക്കെ എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ പുറത്തുവിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. നിയമവിരുദ്ധമായി താൻ പ്രവർത്തിച്ചു. വാട്സ്ആപ്പ് കോളുകൾ അദ്ദേഹം മറ്റൊരു ഫോൺ വെച്ച് കോപ്പി ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ചോർത്താനൊന്നും കഴിയില്ല. അദ്ദേഹം ചോർത്തിയിട്ടുമില്ല. അത് അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു പോയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? ഞാൻ ഉന്നയിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ വിഷയം നമ്മുടെ മനസ്സിലാക്കലല്ലോ. അന്വേഷണം കൂടെ വേണ്ടതുണ്ട്. ആ അന്വേഷണം നടക്കുന്നില്ല. ഏത് അന്വേഷണം? അങ്ങനെ ചോർത്തിട്ടുണ്ടെങ്കിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് PV അൻവറുമായി ഞാൻ സ്വകാര്യമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനത് തെറ്റിപ്പോയതാണ്. യഥാർത്ഥത്തിൽ വാട്സ്ആപ്പ് കോൾ മറ്റൊരു ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്തതാണ്. അത് ഞാൻ ചോർത്തി എന്ന് പറഞ്ഞത് വാട്സ്ആപ്പ് കോൾ ചോർത്തി എന്ന അർത്ഥത്തിലാണ്, അതല്ലാതെ സൈബർ സെല്ലിനെ ഉപയോഗിച്ച് ചോർത്തി എന്നല്ലാതെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അല്ല, എൻ്റെ ഒരു രാഷ്ട്രീയ സംശയം എന്ന് പറയുന്നത് CPM പോലെ ഒരു കേഡർ പാർട്ടിക്ക് ഒരു സ്വതന്ത്ര MLA മുൻനിർത്തിക്കൊണ്ട് വേണമോ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ നീങ്ങാൻ? സിമ്പിൾ ചോദ്യമാണ്.
എന്റെ അതിൽ ധാരണയിൽ അങ്ങനെയല്ല. ഒരു അങ്ങനെ simple അല്ല ഒരിക്കലും കാര്യങ്ങൾ എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നീങ്ങുന്നത്. CPM മാത്രമല്ല, കോൺഗ്രസിൽ പോലും അങ്ങനെ ചെയ്യില്ല. കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ളിൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും. ആ ഗ്രൂപ്പുകളായിരിക്കും അത് ഉന്നയിക്കുക. അല്ലാതെ ഒരു ഇടതുപക്ഷ PC ജോർജിനെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചതിന്റെ ഫലം നമ്മൾ കണ്ടതല്ലേ UDF ഒരു കാലഘട്ടത്തിൽ. അല്ല, ഇവിടെ പി ശശിക്കെതിരെയോ ADGPക്കെതിരെയോ സംസാരിക്കാനായി ഇടതുപക്ഷത്തെ ഒരു MLAയും പരാതിയുമായി മുഖ്യമന്ത്രിയുടെ മുന്നിൽ പോകുമെന്ന് കേരളത്തിലുള്ള ഒരു മനുഷ്യനും വിചാരിക്കില്ല. ഈ പാർട്ടിയെ അറിയാത്ത ആളുകൾ മാത്രമേ അങ്ങനെയൊക്കെ പൊയ്ക്കൂടെ എന്നൊക്കെ നിഷ്കളങ്കമായി ചോദിക്കുള്ളൂ. അതിനൊരു PV അൻവറോ ഒരു KT ജലീലോ CPIMന്റെ ചിഹ്നത്തിലല്ലാതെ അല്ലെങ്കിൽ CPIMന്റെ അംഗമല്ലാതെ മത്സരിച്ച ഒരു MLA എന്താ ധരിച്ചിരിക്കുന്നത്? CPMന്റെ ഒരു MLA മുഖ്യമന്ത്രിയോട്, ആരും പിന്തുണയ്ക്കാത്ത CPMൽ ഒരു MLA മുഖ്യമന്ത്രിക്കെതിരെ, അതായത് പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രിക്കെതിരെ പരാതിയുമായിട്ട് പോവില്ല. എങ്ങനെ പോവില്ല. ശരിയാണോ? പോവില്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കുള്ളിലെ ആളുകൾക്കുള്ള ഈ വിഷമവും ഈ ബുദ്ധിമുട്ടും ഒക്കെ പറയാൻ ആരെങ്കിലും വേണ്ടി, അതിനൊരു അൻവർ വന്നതിന് അൻവറിനെ എല്ലാവരും കൂടി എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? പാർട്ടിയുടെ ഉള്ളിലെ മനുഷ്യരുടെ ദുഃഖങ്ങൾ പറയാനാണ് അവരുടെ പാർട്ടി സെക്രട്ടറി. അത് കേൾക്കുന്നില്ല. പാർട്ടി സെക്രട്ടറി പാർട്ടി സെക്രട്ടറി മുന്നിൽ ആരാ പരാതി കൊടുത്ത? PV അൻവർ പാർട്ടിയിലെ ഈ ഇരിക്കുന്ന രണ്ടുപേർക്കും ഈ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനത്തെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നുള്ളതാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ലളിതമായ കാര്യം. എന്തായാലും ഈ പാർട്ടിയിലെ സംഘടനാ പ്രവർത്തനത്തിൽ ഇറങ്ങാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അതേക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് താല്പര്യമില്ല. അങ്ങ് പഠിച്ചോളൂ, ഇറങ്ങിക്കോളൂ. നമ്മള് കൊലപാതകത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കൊലപാതകം ചെയ്യാനല്ല. അറിയാൻ പറ്റില്ലല്ലോ ആര് കൊലപാതകയാകുമെന്ന്. Meet the editors.